കഥ തുടരുന്നു. തൻ്റെ കത്ത് ഇപ്പോൾ ടീച്ചറിന് കിട്ടിയിരിക്കും. ഇവിടെ വന്ന അന്ന് തന്നെ എഴുതിയതാണ്. രാധികയ്ക്ക് അയച്ച കത്തും കിട്ടാൻ സമയമായിട്ടുണ്ട്. രണ്ടാളും അത്ഭുതപ്പെടാതിരിക്കില്ല. മനക്കരുത്തില്ലാത്ത പെണ്ണെന്നോ വിഡ്ഢിയായ പെണ്ണെന്നോ തന്നെക്കുറിച്ച് പറയും. ടീച്ചർ പറഞ്ഞില്ലെങ്കിലും രാധിക പറയാതിരിക്കില്ല. കുറച്ചു നാളത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും രാധികയെ നന്നായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ലീവ് ലെറ്ററും ഇതിനകം കിട്ടിയിരിക്കും. രാധികയ്ക്കുള്ള കത്തിനോടൊപ്പമാണ് അയച്ചത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റും ചേർത്താണ് അയച്ചത്. അയാൾ അത്ഭുതപ്പെടും. ഇത്ര പെട്ടെന്ന് എന്തു പറ്റി, എന്താണ് രോഗം എന്ന് ആലോചിക്കും. ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിക്കാതിരിക്കില്ല. ചിലപ്പോൾ നേരിട്ട് ചെന്ന് അന്വേഷിച്ചെന്ന് വരും. ടീച്ചർ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? രാധികയോടാണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം? എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാൻ വല്ലാത്ത ആകാംക്ഷ. എങ്ങനെയാണോ ഒന്നറിയുക? ടീച്ചർ എന്താണ് മറുപടി അയക്കാത്തത്? വീട്ടിൽ നിന്നും തിരിച്ചെത്തിയിരിക്കില്ലേ? രാധിക്കെങ്കിലും ഒരു മറുപടി അയച്ചുകൂടെ? അതോ തൃശ്ശൂർക്ക് സ്ഥലം മാറ്റം കിട്ടി അവൾ പോയിരിക്കുമോ? പോസ്റ്റ്മാൻ വന്നുപോയി. ഇന്നെങ്കിലും ടീച്ചറിൻ്റെയോ രാധികയുടെയോ മറുപടി കാണുമെന്ന് പ്രതീക്ഷിച്ചു. അച്ഛനുള്ള കത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരാന്തയിലെ തൂണും ചാരി കീർത്തി നിന്നു. മുറ്റം നിറയെ തണൽ പരത്തി നിൽക്കുന്ന വലിയ മാവ് നിറയെ പൂത്തിരിക്കുന്നു. മുറ്റമെമ്പാടും ചെറിയ ഉണ്ണിമാങ്ങകൾ. രാവിലെയും വൈകുന്നേരവും ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ പഠിക്കൽ തപസ്സാണ്. ഉണ്ണിമാങ്ങ പെറുക്കിക്കോട്ടെ? ചോദ്യം മാത്രം കേൾക്കാം. ആളുകളെ കാണുവാനില്ല. കീർത്തി പറയും, പെറുക്കിക്കോളൂ. കൃഷ്ണൻകുട്ടി അടുക്കളയിലെ ജോലികൾ അവസാനിച്ചാൽ ഉടൻ വലിയൊരു വടിയുമായി കാവലിനെത്തും. മാങ്ങ പെറുക്കാനെത്തുന്ന കുട്ടികളെ വടിയുയർത്തിക്കാട്ടി വിരട്ടി ഓടിക്കും. ഒറ്റയെണ്ണത്തിന് ഈ പടി കയറ്റരുത്. മാങ്ങയെന്ന് പറഞ്ഞു വന്നിട്ട് കണ്ണിൽ കണ്ടതൊക്കെ എടുത്തുകൊണ്ട് പോയി കളയും എന്നാണ് പറച്ചിൽ. സാരമില്ല കൃഷ്ണൻകുട്ടി, അവരൊന്നും കട്ടുകൊണ്ട് പോവില്ല. പാവങ്ങൾ. കുട്ടികളെ വന്നു മാങ്ങ പെറുക്കിക്കോളൂ എന്ന് അവൾ പടിക്കൽ വന്ന് നിൽക്കുന്ന കുട്ടികളോട് പറയും. രശ്മി സ്ഥലത്തുണ്ടെങ്കിൽ മാങ്ങ പെറുക്കാൻ അവളും സമ്മതിക്കില്ല. അപ്പോൾ മാത്രം അവളും കൃഷ്ണൻകുട്ടിയും ഒരേ അഭിപ്രായക്കാരാവും. രശ്മി സ്കൂളിൽ നിന്ന് വരാറായോ? കീർത്തി പടിക്കലേക്ക് നോക്കി. താൻ വന്ന ശേഷം അവൾ ചോറ് കൊണ്ടുപോകാറില്ല. ഉണ്ണാനെന്ന് പറഞ്ഞ് വിയർത്തൊലിച്ച് വരികയാണ് പതിവ്. അച്ഛന് രശ്മിക്ക് വിളമ്പിക്കൊടുത്ത് കീർത്തിയും ഉണ്ണാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണൻകുട്ടി വന്ന് പറയുന്നത്, കുഞ്ഞിനെ ഒരു സ്ത്രീ തിരക്കുന്നു. ആരാണെന്ന് നോക്കുമോളെ, അച്ഛൻ പറഞ്ഞു. കീർത്തി വരാന്തയിലേക്ക് വന്നു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു പോയി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തോളത്ത് ഹാൻഡ് ബാഗും തൂക്കി നിൽക്കുന്ന രാധിക. അവൾക്ക് ഒരു നിമിഷം സന്തോഷം കൊണ്ട് ശബ്ദിക്കാനായില്ല. അടുത്ത നിമിഷം മുറ്റത്തേക്ക് ഓടിച്ചെന്ന് രാധികയുടെ കയ്യിൽ പിടിച്ചു കീർത്തി പറഞ്ഞു, വരൂ രാധികയെ, വരൂ. ഉമ്മറത്തേക്ക് കയറുമ്പോൾ രാധിക ചോദിച്ചു, തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കീർത്തി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അവൾ പരിഭവത്തോടെ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് രണ്ടാളോട് പിണങ്ങിയിരിക്കുകയാണ്. രണ്ടുപേർക്കും എന്നോട് അല്പം പോലും സ്നേഹമില്ല. നിങ്ങൾ രണ്ടാളും എനിക്ക് മറുപടി അയച്ചില്ല. മറുപടി അയക്കുന്നതിന് പകരമല്ലേ എന്നെ വന്നത്? അതുപോലെ. കീർത്തിയുടെ പരിഭവം ഉരുകിപ്പോയിരുന്നു. രാധികയുടെ കൈപിടിച്ച് അത്യഗാധമായ സന്തോഷത്തോടെ അവൾ മന്ത്രിച്ചു. സത്യമായും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വന്നതോ? രാധിക ചോദിച്ചു. അതെ. ആട്ടെ, വഴി എങ്ങനെ മനസ്സിലാക്കി? ബുദ്ധിമുട്ടായോ? എന്തിന്? വായിൽ നാക്കല്ലേ കിടക്കുന്നത്? ആവശ്യം സൃഷ്ടിയുടെ മാതാവെന്ന് കേട്ടിട്ടില്ലേ? ശരി, സമ്മതിച്ചു. ആദ്യം ഊണ് കഴിക്കാം, എന്നിട്ട് ബാക്കി വർത്തമാനങ്ങൾ. കീർത്തി കൂട്ടുകാരിയെ ഊണുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛന് പരിചയപ്പെടുത്തി കൊടുത്ത് അച്ഛൻ ഊണ് കഴിഞ്ഞിരുന്നു. ഊണ് കഴിഞ്ഞിട്ട് രശ്മി സ്കൂളിൽ പോകാതെ നിൽക്കുന്നത് കണ്ട് കീർത്തി ചോദിച്ചു, എന്താ കുട്ടി സ്കൂളിൽ പോകാത്തത്? വേഗം പോയിക്കോളൂ, ബെല്ലടിക്കും, അച്ഛൻ പറഞ്ഞു. നിന്റെ കൂട്ടുകാരിയെ കണ്ടിട്ടാണ്. അവൾക്കും നിങ്ങളുടെ വർത്തമാനത്തിൽ പങ്കെടുക്കണമെന്നുണ്ടാവും ഇല്ലേ മോളെ? അച്ഛൻ തന്നെ പരിഹസിക്കുകയാണെന്ന് രശ്മിക്ക് തോന്നി. അവൾ തലയാട്ടി. ഞാൻ സ്കൂളിൽ പോകുന്നു. ഈ ചേച്ചി ഇന്ന് പോവില്ല, നാളെ പോകൂ. നീ സമാധാനമായിട്ട് സ്കൂളിൽ പോയിക്കോളൂ രശ്മി. കീർത്തി അനുജത്തിയെ തലയിൽ തടവി സമാധാനിപ്പിച്ചു. രശ്മി സന്തോഷത്തോടെ ഓടിപ്പോയി. ഊണ് കഴിഞ്ഞ് മുറിയിലെത്തിയ ഉടൻ വാതിൽ ചാരി കീർത്തി പറഞ്ഞു, രാധിക വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വരണമെന്ന് ഞാനും വിചാരിച്ചതല്ല. പക്ഷേ നിന്നോട് നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ എഴുതിയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ടീച്ചറും സ്ഥലത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചറായിരിക്കും എൻ്റെ സ്ഥാനത്ത് വരിക. ടീച്ചർ എവിടെ? ടീച്ചറിന് എന്ത് പറ്റി? ടീച്ചറിൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. മെഡിക്കൽ കോളേജിലാണ്. ടീച്ചർ ലീവ് എടുത്തിരിക്കുകയാണ് 1 മാസത്തേക്ക്. വിവരങ്ങളൊന്നും അറിയാതെ ഞാൻ പിടയുകയായിരുന്നു, കീർത്തി പറഞ്ഞു. എന്ത് വിവരങ്ങൾ? രാധിക തെല്ലൊരു പരിഹാസത്തിൻ്റെ സ്വരത്തിൽ ചോദിച്ചു. നീ എന്തൊരു ഭീരുവാണ് കീർത്തി. ഒരുത്തനെ ഭയന്ന് ഒളിച്ചോളുക. പിന്നെ ഞാനെന്ത് ചെയ്യണമായിരുന്നു? അന്തസ്സായി ഓഫീസിൽ പോയി വർക്ക് ചെയ്യണമായിരുന്നു. അയാളോടൊപ്പമോ? അതെ. എനിക്ക് വയ്യ. എനിക്കിനി അയാളുടെ മുന്നിൽ പോകാനേ വയ്യ. പിന്നെ എന്താണ് നിൻ്റെ പ്ലാൻ? എനിക്കറിയില്ല. എന്ത് വേണമെന്ന് എനിക്കിപ്പോഴും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. കീർത്തിയുടെ മുഖത്തെ പാരവശ്യവും നിസ്സഹായതയും കണ്ട് രാധികയ്ക്ക് സഹതാപം തോന്നി. നോക്കൂ കീർത്തി, നമ്മൾ തമ്മിൽ അധികം നാളത്തെ പരിചയമില്ല. പക്ഷേ വളരെ കാലത്തെ അടുപ്പമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ മാനസിക കുഴപ്പത്തിന് മുഴുവൻ കാരണക്കാരി ഞാനാണ്. അതുകൊണ്ട് രാധിക പറഞ്ഞു. മുഴുവനാക്കുന്നതിന് മുമ്പ് കീർത്തി അവളെ തടഞ്ഞു. അരുത്, അങ്ങനെ പറയരുത്. എന്നെ രക്ഷിച്ചത് രാധികയാണ്. അന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. രാധിക വീണ്ടും പറയാൻ തുടങ്ങി. നിൽക്കൂ, ഞാൻ പറയാൻ വന്നത് മുഴുവൻ പറയട്ടെ.
ഞാൻ നിന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. നിന്നെ രക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞു. പക്ഷേ നീ ആകെ തളർന്നിരിക്കുന്നു. ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടാനാണിപ്പോൾ ശ്രമിക്കുന്നത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും കാരണക്കാരിയാണെന്ന് ഓർക്കുമ്പോൾ നിന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. ഞാൻ വന്നത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. എവിടേക്ക്? അയാളുടെ അരികിലേക്കോ? ഞാൻ വരില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ കീർത്തി. നിന്റെ സമ്മതമില്ലാതെ ഓഫീസിൽ വെച്ച് അയാൾ നിന്നെ എന്ത് ചെയ്യുമെന്നാണ്? ഒന്നും ചെയ്യില്ല. നീ അയാളെ അവോയ്ഡ് ചെയ്യുക, അത്രമാത്രം മതി. അവോയ്ഡ് ചെയ്യാൻ എങ്ങനെ പറ്റും? ഞാൻ അയാളുടെ സ്റ്റെനോയല്ലേ? ആവശ്യത്തിനും അനാവശ്യത്തിനും അയാൾക്ക് എന്നെ വിളിച്ചുകൂടെ? കീർത്തി നിസ്സഹായിയായി ചോദിച്ചു. അതിനെന്താ? വിളിക്കുമ്പോൾ പോകണം, ജോലി എന്താണെന്ന് ചോദിക്കണം, തിരിച്ചു പോരണം. അതൊന്നും നടക്കില്ല രാധികേ. ഞാൻ എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുക? അപ്പോൾ പിന്നെ നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? രാധിക ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, കീർത്തി പറഞ്ഞു. അവധിയെടുത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കാനാണോ ഉദ്ദേശം? എത്ര നാളാണ് ഈ ലീവ് എടുക്കൽ? ജീവിതകാലം മുഴുവനുമോ? രാധികയുടെ സ്വരത്തിൽ പരിഹാസമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു. കീർത്തി മറുപടി പറഞ്ഞില്ല. ഞാൻ നിൻ്റെ അച്ഛനോട് ഇതേക്കുറിച്ച് പറയട്ടെ? അയ്യോ വേണ്ട, അച്ഛനറിയരുത് ഇതൊന്നും. അച്ഛനൊരിക്കലും അറിയരുത്, കീർത്തി ഭീതിയോടെ പറഞ്ഞു. സുഖമില്ലാതെ ലീവ് എടുത്ത് വന്നു എന്നാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ശിക്ഷയായി താനും. നീ കണ്ടോ, ആ അലമാരി നിറയെ മരുന്നുകളാണ്. ക്ഷീണം മാറാനുള്ള ലേഹ്യങ്ങളൊക്കെ തിന്നലാണിപ്പോൾ ജോലി. അറിയാനുണ്ട്, നീ തടിച്ചിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി വാതിൽക്കലെത്തി. കുഞ്ഞിനെ അച്ഛൻ വിളിക്കുന്നു. കീർത്തി രാധികയും കൂട്ടി പുറത്തു വന്നു. മേശപ്പുറത്ത് കാപ്പിയും പലഹാരങ്ങളും അച്ഛൻ കാത്തിരിക്കുന്നു. മോളെ, കാപ്പി കുടിക്കണ്ടേ? കൂട്ടുകാരിയെ കണ്ട സന്തോഷത്തിൽ അത് മറന്നുപോയോ? കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ രാധികയോട് പറയാൻ തുടങ്ങി. ഇവളെ ഉദ്യോഗത്തിന് അയക്കാൻ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് ആഗ്രഹമെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി സമ്മതിച്ചുവെന്ന് മാത്രം. അതിനിപ്പോൾ എന്താ? കീർത്തി ഉദ്യോഗത്തിന് വന്നുവെന്ന് കരുതി ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ, രാധിക ഉടൻ പറഞ്ഞു. ഒന്നും ഉണ്ടായെന്നോ ഉണ്ടാകുമെന്നോ അല്ല. പെൺകുട്ടികളെ ഉദ്യോഗത്തിന് വിടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാനൊരു പഴഞ്ചനാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. എന്നാലും കീർത്തിയുടെ അച്ഛനെ പോലെ ചിന്തിക്കുന്നവർ എല്ലായിടത്തുമുണ്ട്. പക്ഷേ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടാകണമെങ്കിൽ. സ്വന്തം കാല്? കുട്ടി കണ്ടോ ഇവളുടെ കോലം? മറ്റൊരിടത്ത് പോയി അവിടുത്തെ അന്തരീക്ഷവുമായി ഇണങ്ങി ജീവിക്കാൻ കഴിയുന്നവർക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഇവളാണെങ്കിൽ ഇവളവിടെ ഭക്ഷണമൊന്നും കഴിക്കാറില്ലായിരുന്നു ഇല്ലേ? രാധിക കീർത്തിയുടെ നേരെ നോക്കി. കീർത്തി മിണ്ടാതിരുന്ന കാപ്പി കുടിയാണ്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ചില ദിവസം ഭക്ഷണം തീരെ മോശമാണെങ്കിൽ. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം അല്പം മോശമായാൽ കഴിക്കില്ല. മനസ്സിന് പിടിക്കില്ല എന്ന് തോന്നിയാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതാണ് ശീലം. അങ്ങനെയുള്ളവർ അവിടെ എങ്ങനെ ജീവിക്കും? പട്ടിണി കിടന്ന് ഉദ്യോഗത്തിന് പോകാൻ ഒക്കുമോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് അവളിനി പോകണ്ട എന്നാണ്. അയ്യോ, ഈ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ കീർത്തിയെ ഉദ്യോഗത്തിന് അയക്കാതിരിക്കരുത്, രാധിക പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒക്കെ അവളുടെ ഇഷ്ടം. പിന്നെ മറ്റൊരു കാര്യം, കീർത്തിക്ക് നല്ലൊരു ആലോചനയും വന്നിരിക്കുന്നു. ബാങ്കിലെ മാനേജറാണ്. നല്ല ധനസ്ഥിതി, നല്ല തറവാട്. കീർത്തി ചിലപ്പോൾ പറഞ്ഞു കാണും. കീർത്തി പറഞ്ഞില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് വരാമല്ലോ. എത്രയോ പേർ അങ്ങനെ ചെയ്യുന്നു. കീർത്തിക്ക് തമാശ തോന്നി. രാധിക വിടുന്ന മട്ടില്ല. അച്ഛൻ്റെ വാദമോഹങ്ങളെല്ലാം ഖണ്ഡിക്കുകയാണ്. അയാൾക്ക് ഉദ്യോഗത്തിന് അയക്കാൻ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ആലോചന വന്നതേയുള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. അവർ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. ആ, ഒക്കെ വിധി പോലെ വരട്ടെ. അച്ഛൻ എഴുന്നേറ്റു. നിങ്ങളിരുന്ന് സംസാരിക്കേ, ഞാനൊന്ന് നടന്നു വരാം. അച്ഛൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ രാധിക കീർത്തിയുടെ മുഖം പിടിച്ചുയർത്തി. അപ്പോൾ അതാണ് സംഗതിയില്ലേ? ഭയങ്കര പൂഴ്ത്തി വെച്ചിരിക്കുകയാണല്ലേ? എന്തു പൂഴ്ത്തി വെച്ചു? അത്രയ്ക്കൊന്നും ആയില്ല മോളെ. ആട്ടെ, ആയാൽ എന്താണ് നിൻ്റെ പ്ലാൻ? എന്തു പ്ലാൻ? അച്ഛൻ പറഞ്ഞതുപോലെ ബാങ്ക് മാനേജർ താലി കെട്ടിയാൽ പിന്നെ ജോലി രാജിവെക്കുമെന്നോ? കീർത്തി ഒന്നും പറഞ്ഞില്ല. രാധികയുടെ മുഖത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുക മാത്രം ചെയ്തു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നത് വലിയൊരു കാര്യമാണ്. സുരക്ഷിതത്വത്തിൻ്റെ കാര്യവും കൂടിയാണ്. എത്ര വലിയ ആളുടെ ഭാര്യയായാലും ഉദ്യോഗം വേണ്ടെന്ന് വയ്ക്കുന്നത് വിഡ്ഢിത്തമാണെന്നേ ഞാൻ പറയൂ. എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്? ഞാനൊന്നും തീരുമാനിച്ചില്ലല്ലോ. കീർത്തിയുടെ വാക്കുകൾ കേട്ട് രാധികയ്ക്ക് ചിരി വന്നു. എന്താ ചിരിക്കുന്നത്? കീർത്തി ചോദിച്ചു. വെറുതെ. നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും കീർത്തി. നീ എത്ര പാവമാണ്. കീർത്തി പിന്നീടൊന്നും പറഞ്ഞില്ല. പറമ്പിൻ്റെ അതിരുള്ള കുളത്തിൻകരയിലേക്ക് രാധിക ഒന്നിച്ച് നടക്കുമ്പോൾ കീർത്തിയുടെ മനസ്സ് എന്തോ ചോദിക്കാൻ വെമ്പി. അവൾ രാധികയോട് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് രശ്മിയുടെ വിളി കേട്ടു. രശ്മിയോ, വരുമോളെ. കീർത്തി കൈനീട്ടി. രശ്മി ഓടി വന്നു ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. രാധിക രശ്മിയോട് വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോൾ കീർത്തി വിചാരിക്കുകയായിരുന്നു, രാത്രി രശ്മി ഉറങ്ങിക്കഴിഞ്ഞ് രാധികയോട് ചോദിക്കാം. ചോദിച്ചറിയാതെ തനിക്ക് സമാധാനം കിട്ടില്ല. രശ്മിയുടെ കണ്ണുകളിലേക്ക് ഉറക്കം മെല്ലെ വന്നണയുന്നത് നോക്കി കീർത്തി ഇരുന്നു. രാധിക ഷെൽഫിൽ അടുക്കി വെച്ച വീക്കിലികളും പുസ്തകങ്ങളും മറച്ചു നോക്കുകയായിരുന്നു. രാജ്യത്തുള്ള എല്ലാ വീക്കിലികളും ഇവിടെയുണ്ടല്ലോ, രാധിക പറഞ്ഞു. അച്ഛൻ വലിയ വായനക്കാരനാണ്. എല്ലാ പ്രസിദ്ധീകരണങ്ങളും വരുത്തും.
വള്ളി പുള്ളി വിടാതെ വായിച്ചു തീർക്കുകയും ചെയ്യും. വീക്കിലികൾ തിരികെ ഷെൽഫിൽ വെച്ച് രാധിക കട്ടിലിൽ വന്നിരുന്നു. എങ്ങനെയാണ് ചോദിച്ചു തുടങ്ങുക എന്നോർത്ത് കീർത്തി വിഷമിക്കുമ്പോൾ പെട്ടെന്ന് രാധിക പറഞ്ഞു, നിനക്കൊരു രസം കേൾക്കണോ? നിന്നെ തിരക്കി അയാൾ 2 തവണ ഹോസ്റ്റലിൽ വന്നിരുന്നു. കീർത്തിയുടെ മുഖം വിളറിപ്പോയി. അവൾ നെഞ്ചിൽ കൈയമർത്തി മന്ത്രിച്ചു. ഈശ്വരാ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർഡനും സ്ഥലത്തില്ല. അമ്മുവമ്മ വന്നു പറഞ്ഞപ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റുമോ? ചെന്നു. എന്നിട്ട്? കീർത്തി ഉദ്യോഗത്തോട് ചോദിച്ചു. നിന്നെ അയാൾക്ക് മനസ്സിലായോ? മനസ്സിലാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ കണ്ടയുടാൻ അയാൾ ചോദിക്കുകയാണ്, രാധികയല്ലേ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ തവണയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് അയാൾ എന്നെ ഓർത്തിരിക്കുന്നു, എൻ്റെ പേരും. നിന്നോട് എന്തൊക്കെ ചോദിച്ചു? കീർത്തിക്ക് ആകാംക്ഷയേറി. കീർത്തിയുടെ ലീവ് ലെറ്റർ കിട്ടി. കീർത്തിക്ക് എന്താണ് അസുഖം? ആദ്യത്തെ ചോദ്യം. എന്നിട്ട്? ഞാൻ പറഞ്ഞു, കീർത്തി പോകുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായിട്ടേ അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താ അസുഖം? എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. ഞാനൊന്നും പിന്നെ പറയാൻ പോയില്ല. കുറച്ചു നേരം അയാൾ എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കീർത്തി ഉത്കണ്ഠയോടെ രാധികയുടെ മുഖത്തു നിന്ന് കണ്ണുകൾ എടുക്കാതെ നോക്കിയിരുന്നു. അവളുടെ നെഞ്ചിലെ തുടിപ്പുകൾക്ക് വേഗം കൂടിക്കഴിഞ്ഞിരുന്നു. രാധിക തുടർന്നു. അന്ന് പോയി കഴിഞ്ഞ് അടുത്ത ദിവസം സന്ധ്യയ്ക്ക് അയാൾ എനിക്ക് ഫോൺ ചെയ്തു. കീർത്തിയുടെ കത്ത് വന്നിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശല്യപ്പെടുത്തിയതിന് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഫോൺ താഴെ വെച്ചു. 2 ദിവസം മുമ്പ് പിന്നെയും വന്നു. കീർത്തിയുടെ വിവരങ്ങൾ അറിയാഞ്ഞിട്ട് അയാൾക്ക് ഉറക്കം വരുന്നില്ലത്രേ. കീർത്തിക്ക് എന്താണ്? എന്തു പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ പോവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അയാളെ കാണുമ്പോഴൊക്കെ അടി മുതൽ മുടി വരെ വിറച്ചാണ് ഞാൻ നിൽക്കുക. നിന്നെയോർത്ത് എല്ലാം അടക്കുകയായിരുന്നു. കീർത്തി ദീർഘമായി നിശ്വസിച്ചു. ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണെന്നിപ്പോൾ മനസ്സിലായില്ലേ രാധയ്ക്ക്? ഞാൻ വന്നാൽ അയാൾ എന്നെ വെറുതെ വിടുമോ? അയാളെ നേരിടാൻ എനിക്ക് ശക്തിയില്ല. ശക്തി വേണം, ശക്തി നേടണം. ഏത് പെൺകുട്ടിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ ലോകം മുഴുവൻ ജയനാരായണന്മാരാണ്. ചൂണ്ടലിട്ട് നോക്കും, കൊത്തുന്നില്ലെങ്കിൽ വേറെ ഇരയെ നോക്കും, അത്ര തന്നെ. ഇതൊന്നും സാരമില്ലെന്നേ. രാധിക ഉറങ്ങാൻ കിടന്നു. കീർത്തി ലൈറ്റ് അണച്ചു. അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. 2 നിമിഷത്തിനകം അടുത്ത കട്ടിൽ നിന്ന് രാധികയുടെ കൂർക്കം വലി കേട്ടു. വേഗത്തിൽ ഉറങ്ങാൻ കഴിയുക എത്ര വലിയൊരു അനുഗ്രഹമാണ്. അടുത്ത ദിവസം തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ രാധിക ചോദിച്ചു, നീ എന്നാണ് വരിക? എനിക്കറിയില്ല. വരുന്നില്ല എന്നായിരിക്കുമോ തീരുമാനം? അതും അറിയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിൻ്റെ ഇഷ്ടം. രാധിക യാത്ര പറഞ്ഞു പോയി. അവൾ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നല്ല തൻ്റെ ഇടമുള്ള പെൺകുട്ടി. കീർത്തി കട്ടിലിൽ കിടന്ന് വായിക്കുകയായിരുന്നു. കുറേ വായിച്ചപ്പോൾ മടുപ്പ് തോന്നി. പുസ്തകം മാറത്ത് വെച്ച് കണ്ണടച്ച് കിടന്നു. പുറത്ത് അച്ഛൻ വിളിക്കുന്നത് കേട്ടു. മോളെ, ഇതാ നിനക്കൊരു കത്ത്. രാധികയുടേതാവും. തൻ്റെ കത്തിനുള്ള മറുപടി മേൽവിലാസം കണ്ടപ്പോഴേ മനസ്സിലായി. എന്തൊക്കെയാണവോ എഴുതിയിരിക്കുന്നത്. തിടുക്കപ്പെട്ട് തുറന്നു. എങ്കിലും കീർത്തി, നീ ഇത്ര വലിയൊരു വിഡ്ഢിത്തം കാട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അന്ന് തിരിച്ചു പോരുമ്പോൾ പോലും എനിക്ക് സംശയം തോന്നിയില്ല. നിൻ്റെ കത്ത് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ടീച്ചറിനും നിൻ്റെ തീരുമാനത്തിന് മറിഞ്ഞ് വലിയ വിഷമമുണ്ട്. എനിക്കറിയാം, അയാളെ പേടിച്ചാണ് നീ രാജിവെച്ചത്. അല്ലാതെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിൻ്റെ ഇഷ്ടം നോക്കിയൊന്നും ആവില്ല. നീ ഇത്ര ഭീരുവായി പോയല്ലോ. നീ രാജിവെച്ചെന്ന് കരുതി അയാൾക്കൊരു ചുക്കുമില്ല. നിന്നെ അയാൾ മറന്നു കഴിഞ്ഞു. ഇപ്പോൾ ഡെയ്സിയെ സ്ഥിരമായി അയാളോടൊപ്പം കാണാം, കോഫി ഹൗസിലും തിയേറ്ററിലുമൊക്കെ. ആരുടെയാണ് മോളെ കത്ത്? രാധികയുടെ. അവൾ കത്ത് പെട്ടെന്ന് മടക്കി. എന്തുണ്ട് വിശേഷം? രാജിവെച്ചതിന് എന്നെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ മുഖത്തെ വിളർച്ച അച്ഛൻ അറിയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സാരമില്ല മോളെ, ആ കുട്ടിക്ക് നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഉദ്യോഗം നോക്കാൻ നിനക്കാവില്ല മോളെ. അച്ഛന് നേരത്തെ അറിയാമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അച്ഛന് സമാധാനമായത്. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ കീർത്തി കത്ത് ഒരിക്കൽ കൂടി വായിച്ചു. പിന്നെ തുണ്ടം തുണ്ടമായി കീറി ചുരുട്ടിക്കൂട്ടി അടുപ്പിൽ കൊണ്ടു ചെന്നിട്ടു. നെഞ്ചിൽ കൈയമർത്തി അവൾ സ്വയം പറഞ്ഞു, ഈശ്വരാ. അവൾക്ക് നല്ല സമാധാനം തോന്നി. ആപത്തൊഴിഞ്ഞുവെന്ന് തോന്നുന്നു. രാധിക സമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ കീർത്തിക്ക് പരിഹാസം തോന്നി. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കും. പെൺകുട്ടികളെ കബളിപ്പിച്ച ചരിത്രമേ ഇന്നോളം അയാൾക്ക് ഉണ്ടായിരിക്കാണുകയുള്ളൂ. ഒരു പെണ്ണ്, അതും ഒരു സാധാരണ പെണ്ണ്, അയാളെ കബളിപ്പിച്ച കഥ ആദ്യമായിട്ടായിരിക്കും സംഭവിച്ചിരിക്കുക. സമർത്ഥമായി വല വിരിച്ച് ഇര കുടുങ്ങുന്നതും കാത്തിരിക്കുമ്പോൾ ഇര വലയിൽ വീഴാതെ രക്ഷപ്പെടുക ഓർക്കുമ്പോൾ രസം തോന്നുന്നു. അവൾ തികഞ്ഞ സംതൃപ്തിയോടെ ഓർത്തു. മനഃപൂർവ്വം കബളിപ്പിച്ചുവെന്ന് ഒരിക്കലും തോന്നാനിടയില്ല. ജോലിയിൽ തുടരാൻ വീട്ടിലെ ചുറ്റുപാടുകൾ സമ്മതിക്കുന്നില്ലെന്നേ രാജിക്കത്തിൽ എഴുതിയിട്ടുള്ളൂ. ഇന്ന് വരെ വളരെ നന്നായിട്ടാണല്ലോ താൻ അയാളോട് പെരുമാറിയിട്ടുള്ളതും. കീർത്തി ആശ്വസിച്ചു. ജയനാരായണൻ തന്നെ തെറ്റിദ്ധരിക്കില്ല. രാധികയുടെ കത്തിലെ വരികൾ ഓർമ്മിച്ചു. നിന്നെ അയാൾ മറന്നിരിക്കുന്നു. ഡെയ്സിയാണിപ്പോൾ. ചിരി വന്നു. തന്നെ അയാൾ എങ്ങനെ ഓർക്കാനാണ്? പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് മധു തേടി പറക്കുന്ന മധുവൻ. ആ പൂക്കളെയൊന്നും പിന്നീടൊരിക്കലും ഓർക്കാറില്ലല്ലോ. അവയുടെ നിറമോ രൂപമോ ഒന്നും. സന്ധ്യയ്ക്ക് രശ്മിയോടൊത്ത് അമ്പലത്തിൽ പോയി. എത്ര ദിവസമായി പുറത്തിറങ്ങിയിട്ട്? രശ്മി മിക്ക ദിവസങ്ങളിലും പറയാറുണ്ട്,
നമുക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോഴൊക്കെ പറഞ്ഞു ഇന്ന് വേണ്ട, നാളെ പോകാം. മനസ്സിൻ്റെ സമാധാനം കിട്ടാത്തതായിരുന്നു കാരണം. വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിരുന്നു. പലപ്പോഴും ദുസ്വപ്നങ്ങൾ കണ്ട് നിലവിളിച്ചിരുന്നു. ഇപ്പോൾ എല്ലാം സ്വസ്ഥമായിരിക്കുന്നു. കലങ്ങി തെളിഞ്ഞ പുഴ പോലെ, തെളിഞ്ഞ ആകാശം പോലെ. രണ്ടാളും കൂടി അമ്പലത്തിലേക്കാവും. ആരൊക്കെയോ കുശലങ്ങൾ ചോദിച്ചു. കീർത്തി എന്നാണ് വന്നത്? എന്നാണ് തിരിച്ചു പോവുക? എത്ര ദിവസമുണ്ട് ലീവ്? തിരിച്ചു വരുമ്പോഴും ലോഹ്യങ്ങൾ, അന്വേഷണങ്ങൾ. കൃഷ്ണൻകുട്ടിയുടെ ഫലിതങ്ങൾ കേട്ട് കീർത്തി പൊട്ടിച്ചിരിച്ചു. ലക്ഷ്മിയോടൊപ്പം അല്പനേരം ക്യാരംസ് കളിച്ചു. സന്തോഷത്തോടെ ഊണ് കഴിച്ചു. രാത്രി ശാന്തമായ മനസ്സോടെ ഉറങ്ങാൻ കിടന്നു. ഇത്രയും ദിവസം അയാളെക്കുറിച്ചുള്ള ചിന്ത ഒരു ദുസ്വപ്നം പോലെ അവളെ അലട്ടുകയായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും, ഉറങ്ങാൻ കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ആ ചിന്ത അസ്വസ്ഥമാക്കിയിരുന്നു. അയാൾ കടന്നു വരുന്നതായും അച്ഛനോട് എന്തൊക്കെയോ പറയുന്നതായും ഭീഷണിപ്പെടുത്തുന്നതായും ഒക്കെ ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ മനസ്സ് ശാന്തം. ഒരു ഭീതിയും വേണ്ട, ഒരു ചിന്തയും വേണ്ട. അലകൾ അടങ്ങിയിരിക്കുന്നു. കടൽ ശാന്തമായിരിക്കുന്നു. രശ്മി ഉറക്കത്തിൽ ചിരിച്ചു. പിന്നെന്തോ പറഞ്ഞു. പിന്നെ തിരിഞ്ഞു കിടന്നു. പാവം കുട്ടി, ഏതോ നല്ല സ്വപ്നം കാണുകയാവും. കീർത്തി ലൈറ്റ് അണച്ചു. രശ്മി കുളിക്കടവിൻ്റെ മുകളിലത്തെ കടവിലിരുന്ന് ചെറിയ കല്ലുകൾ പെറുക്കി കുളത്തിലേക്ക് എറിഞ്ഞു. ചേച്ചിക്ക് അയാൾ ഇഷ്ടമായോ? കഴുത്തൊപ്പം വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് അറിയാത്ത ഭാവത്തിൽ കീർത്തി ചോദിച്ചു. ആരെയാണെന്ന് അറിഞ്ഞൂടെ? ഇന്നലെ വന്നയാളെ. നിനക്കിഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടല്ലേ, വെളുത്തിട്ട് ചുരുണ്ട മുടി. കീർത്തിക്ക് ചിരി വന്നു. ആൾ തരക്കേടില്ലല്ലോ എന്നോർത്തു. അയാൾ എന്നോട് രഹസ്യത്തിൽ ചോദിക്കുക, ചേച്ചിയുടെ ഒരു പടം കൊടുക്കാമോന്ന്. നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പടം ഇല്ലാന്ന്. അങ്ങനെ ഇപ്പം വല്ലവർക്കും ചേച്ചിയുടെ പടം കൊടുക്കാൻ പറ്റില്ല. ഇനിയും വല്ലവരുമാണോ? ഒരു തീയതി നിശ്ചയിച്ചാൽ മാത്രം മതി. അയാൾ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടും രശ്മിക്കുട്ടി എന്ന് പറയണമെന്ന് തോന്നി. അച്ഛനും ചെറിയച്ഛനും അമ്മാവനും ഒക്കെ ഇഷ്ടമായിരിക്കുന്നു. തനിക്കും. അയാളുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. വലിയ തമാശക്കാരനാ. എന്നോട് ഒരുപാട് വർത്തമാനം പറഞ്ഞു. രശ്മി കല്ല് കയ്യിലിട്ട് അമ്മാനമാടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരായി കഴിഞ്ഞു അല്ലേ? എങ്കിൽ ഒരു പടം കൊടുക്കാനിത് കഷ്ടമായിപ്പോയി. ഞാൻ കൊടുക്കില്ല. ചേച്ചി വേണമെങ്കിൽ കൊടുത്തോളൂ. രശ്മിയുടെ മുഖം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് തുടുത്തു. കീർത്തിക്ക് ഉത്സാഹം തോന്നി. അവൾ അക്കരെ ഇക്കരെ 2 ചാൽ നീന്തി വന്നു. എത്ര നാളായി ഇതുപോലെയൊന്നും നീന്തി തുടിച്ചിട്ട്. കോളേജിൽ ചേരുന്നതിന് മുൻപൊക്കെ എന്നും കുളത്തിലായിരുന്നു കുളി. കയറാൻ തോന്നില്ല. മണിക്കൂറുകളോളം നീന്തി തുറയ്ക്കും. അവസാനം കാലും കൈയും മരവിക്കാൻ തുടങ്ങുമ്പോഴാണ് കയറുക. ഹോസ്റ്റലിലെ ഇടുങ്ങിയ കുളിമുറിയിൽ നിന്ന് കുളിച്ചാൽ കുളിച്ചെന്ന് തോന്നില്ല. പകുതി കുളി കഴിയുമ്പോഴേക്കും വെള്ളം പെട്ടെന്ന് നിൽക്കുക. പിന്നെ സോപ്പ് പത കഴുകിക്കളഞ്ഞ് പുറത്തിറങ്ങാൻ പെടുന്ന പാട്. അധികം അങ്ങോട്ട് നീന്തണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസം അവിടെ ഒരു പാമ്പിനെ കണ്ടുവന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു. രശ്മി താക്കീത് നൽകി. എവിടെ? വെള്ളത്തിലോ? അതെ. എന്നാൽ അത് നീർക്കോലിയാവും. പാമ്പാണെന്ന് കൃഷ്ണൻകുട്ടി നുണ പറഞ്ഞതാണ്. അല്ല ചേച്ചി, സത്യമായിട്ടും അത് പാമ്പായിരുന്നു. കൃഷ്ണൻകുട്ടി കല്ലെടുത്തെറിഞ്ഞപ്പോൾ അത് തല പൊക്കിയത്രേ. ചേച്ചി ഇങ്ങോട്ട് കയറിക്കോളൂ, രശ്മി വാശി പിടിച്ച് പറഞ്ഞു. അതാണോ നീ ഇപ്പോൾ കുളത്തിൽ കുളിക്കാത്തത്? എനിക്ക് പേടിയാണ്. ഞാൻ കുളിമുറിയിലേ കുളിക്കുന്നുള്ളൂ. രശ്മി എഴുന്നേറ്റു. ചേച്ചി വരുന്നുണ്ടോ? ഞാൻ പോകുന്നു. നീ നടന്നോളൂ, ഞാനിതാ വന്നു. രശ്മി ഓടിപ്പോയി. കീർത്തി കുറേ നേരം കൂടി തണുത്ത വെള്ളത്തിൽ മുഖം അമർത്തി കിടന്നു. അച്ഛനും കീർത്തിയും കൂടി കവറുകളുടെ പുറത്ത് മേൽവിലാസങ്ങൾ എഴുതി. രശ്മി അത് നോക്കിയിരുന്നു. രാത്രി ഏറെയായിരിക്കുന്നു. മോൾ പോയി ഇറങ്ങിക്കോളൂ. നിനക്ക് നാളെ സ്കൂളിലേ? അച്ഛൻ പറഞ്ഞു. രശ്മി വാശി പിടിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല. ചേച്ചി വന്നിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. അച്ഛൻ പിന്നെയൊന്നും പറഞ്ഞില്ല. ഇൻവിറ്റേഷനുകൾ കവറിലിടുന്ന ജോലിയായിരുന്നു കൃഷ്ണൻകുട്ടിക്ക്. രശ്മി കുഞ്ഞ് നാളെ ക്ലാസ്സിൽ ചെന്നിരുന്ന് ഉറക്കം തൂങ്ങും. കണ്ടോളൂ. ഞാനല്ല ഉറക്കം തൂങ്ങുന്നത്, കൃഷ്ണൻകുട്ടിയാ. രശ്മിക്ക് ദേഷ്യം വന്നു. അച്ഛൻ വിളിച്ചു. കൃഷ്ണൻകുട്ടി, അവളെ ദേഷ്യം പിടിപ്പിക്കേണ്ട. കുറേ കവറുകൾ പ്രത്യേകം മാറ്റിവെച്ച് അച്ഛൻ പറഞ്ഞു. മോളെ, നിനക്ക് ആരെയൊക്കെ വിളിക്കണം? വിളിച്ചോളൂ. കീർത്തി ആലോചിച്ചു. തനിക്ക് വിളിക്കാൻ അധികം ആളില്ല. കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ 2 or 3 കൂട്ടുകാരികൾ. അവരിപ്പോൾ എവിടെയാണെന്ന് കൂടി അറിയില്ല. പിന്നെ ഉദ്യോഗ ജീവിതത്തിലെ സഹപ്രവർത്തകർ, ഹോസ്റ്റലിലെ കൂട്ടുകാർ. നിൻ്റെ ഓഫീസിലെ എല്ലാവരെയും ക്ഷണിക്കണം. കീർത്തി മൂളി. ഓഫീസർക്ക് പ്രത്യേകം ഇൻവിറ്റേഷൻ്റെ പുറത്ത് എഴുതണം. വന്ന് ക്ഷണിക്കാൻ അസൗകര്യമുള്ളത് കൊണ്ടാണെന്ന്. അവൾ പല്ലു കടിച്ചു. എഴുതാം, തീർച്ചയായും എഴുതാം. അഡ്രസ്സുകൾ എഴുതി കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു. അച്ഛൻ ഓർമ്മിപ്പിച്ചു. കൃഷ്ണൻകുട്ടി, രാവിലെ തന്നെ എല്ലാം കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. ആ ജോലി നിനക്ക്. രശ്മിയുടെ കണ്ണുകൾ ഉറക്കം കൊണ്ട് കനം തൂങ്ങിയിരുന്നു. അവളെയും കൂട്ടി കീർത്തി ഉറങ്ങാൻ പോയി. ക്ലോക്കിൽ 2 മണി അടിച്ചപ്പോഴും കീർത്തി ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. വീണ്ടും മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി തോന്നിയിരുന്ന സമാധാനവും സന്തോഷവും ഉന്മേഷവും എല്ലാം വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു. മനസ്സിനുള്ളിൽ പത്തിത്താഴ്ത്തിയിരുന്ന ഭീതി എപ്പോഴാണ് തലപ്പൊക്കിയത്? ക്ഷണക്കത്തുകൾ അച്ചടിച്ച് കണ്ടപ്പോഴോ? അവൾ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. ക്ഷണക്കത്ത് കയ്യിൽ കിട്ടുമ്പോൾ രൂക്ഷമാകുന്ന മുഖം, മൂർച്ചയുള്ള കണ്ണുകൾ, ചുവക്കുന്നത്, കോപം കൊണ്ട് ജ്വലിക്കുന്നത്, കസേരയിൽ ചാഞ്ഞിരുന്ന് ചിന്തയിൽ മുഴുകുന്നത് തനിക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അവൾ വിയർക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് ഫാൻ ഓൺ ചെയ്തു.
കറണ്ടില്ല. ജനൽ തുറന്നിട്ടു. ജനലഴികളിൽ തലച്ചേർത്ത് പുറത്തേക്ക് നോക്കി. വിളറിയ നിലാവ്. കുളത്തിൻ്റെ കരയിലെ ഇലഞ്ഞി മരത്തിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്ന ഏതോ പക്ഷി. തൻ്റെ വിവാഹ ക്ഷണക്കത്ത് ലഭിക്കുമ്പോൾ സിനിമകളിൽ കാണുന്നത് പോലെ, കഥകളിൽ വായിക്കുന്നത് പോലെ കീർത്തിയുടെ തല പുകഞ്ഞു. നേരം വെളുക്കുവോളം ആലോചിക്കുകയായിരുന്നു. അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴും കുഴപ്പം അവസാനിക്കുന്നില്ല. ഓഫീസിൽ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അത് കൂടുതൽ കുഴപ്പമാവുകയുള്ളൂ. അതും വേണ്ട. ആരും തൻ്റെ വിവാഹത്തെക്കുറിച്ച് അറിയണ്ട. രാവിലെ മേൽവിലാസം എഴുതിയ കവറുകളിൽ നിന്ന് തൻ്റെ ഓഫീസിലേക്കുള്ളവ തികഞ്ഞു മാറ്റി വയ്ക്കുകയാണ് ആദ്യം ചെയ്തത്. കൃഷ്ണൻകുട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പുറപ്പെട്ടപ്പോൾ ബാക്കിയുള്ളവ മാത്രം ഏൽപ്പിച്ചു. മാറ്റിവെച്ചിരുന്ന കവറുകളെടുത്ത് അവൾ തീയിലേക്കിട്ടു. എന്നിട്ട് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. കീർത്തി എന്ന പെണ്ണ് അയാളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമൊന്നുമല്ല. സ്വർണ്ണാഭരണങ്ങളുടെയും വിവാഹവസ്ത്രങ്ങളുടെയും ഇടയിൽ കീർത്തി വീർപ്പുമുട്ടിയിരുന്നു. ആരൊക്കെയോ ഇടയ്ക്കിടെ അവളുടെ മുഖത്തെ വിയർപ്പൊപ്പിക്കൊടുക്കുകയും വിശറിയെടുത്ത് വീശിക്കൊടുക്കുകയും ചെയ്തു. നാശം, ഈ സമയത്ത് തന്നെ കറണ്ട് പോയത് കണ്ടില്ലേ? ആരോ പറഞ്ഞു. ഇന്ന് ഞായറാഴ്ചയല്ലേ, എവിടെയെങ്കിലും പണി കാണും, ആരോ മറുപടി പറഞ്ഞു. സ്ത്രീകൾ അവൾക്ക് ചുറ്റും കൂടി നിന്നു. അവർ അവളുടെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, തലയിൽ ചൂടിയ പൂക്കളൊക്കെ നോക്കി ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തു. മുഹൂർത്തത്തിന് കുറച്ച് സമയം കൂടി മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മാലതി ടീച്ചറും രാധികയും വന്നത്. വട്ടമിട്ട് നിന്ന സ്ത്രീകളെ വകഞ്ഞു മാറ്റി കീർത്തി അവരുടെ അരികിലെത്തി. ഇന്നലെ മുതൽ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. രാധികയെങ്കിലും വരുമെന്ന് കരുതി, അവൾ പരിഭവിച്ചു. കയ്യിൽ കരുതിയിരുന്ന വലിയ പാക്കറ്റ് കൂട്ടുകാരിയെ ഏൽപ്പിച്ച് രാധിക പറഞ്ഞു. പിണങ്ങാതെ മോളെ, ഈ നല്ല മുഖം വീർപ്പിച്ചു കാട്ടി വഷളാക്കണ്ട. ടീച്ചർ, എനിക്ക് പേടിയാവുന്നു. മാലതി ടീച്ചറിൻ്റെ തോളിൽ മുഖമമർത്തി കീർത്തി പറഞ്ഞു. എന്തിന്? കല്യാണം കഴിക്കാനോ? രാധിക കളിയാക്കി. നിനക്ക് തമാശ. അയാളെങ്ങാനും അറിഞ്ഞു കേട്ട് വന്നു കളയുമോ എന്ന് അവൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞു. ആര്? ജയനാരായണനോ? രാധികയ്ക്ക് ചിരി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കേട്ടോ ടീച്ചർ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ചിന്ത ഇപ്പോഴും ആരെക്കുറിച്ചാണെന്ന്. കൊള്ളാം. രാധിക ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? കീർത്തിക്ക് ദേഷ്യം വന്നു. ടീച്ചർ അവളുടെ തോളിൽ പിടിച്ച് സമാധാനിപ്പിച്ചു. നോക്കൂ കുട്ടി, ഒന്നും പേടിക്കണ്ട. അയാളിപ്പോൾ നൈജീരിയയിൽ എത്തി കാണും. റിസൈൻ ചെയ്ത് പോയിട്ട് 1 മാസത്തിലധികമായി. ഓ ടീച്ചർ. അത്ഭുതം കൊണ്ട് കീർത്തിയുടെ കണ്ണു വീഴ്ഞ്ഞു. സത്യം, ഞാൻ കുട്ടിയോട് നുണ പറയുമോ? രാധിക കീർത്തിയുടെ കവിളിൽ നുള്ളി ചോദിച്ചു. ഇപ്പോൾ സമാധാനമായോ? കീർത്തി ചോദിച്ചു. കതിർ മണ്ഡപത്തിലിരിക്കുമ്പോൾ കീർത്തിയുടെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെയായിരുന്നു. അവൾക്ക് തെല്ലും ഭയമോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരികൾ അവളെ നോക്കി ചിരിച്ചപ്പോൾ അവൾക്കും ചിരി വന്നു. അവൾ കുനിഞ്ഞിരുന്നു ചിരിയൊതുക്കി. ചടങ്ങുകൾ കഴിഞ്ഞ് മുറിക്കുള്ളിലെത്തിയപ്പോൾ വിനയൻ ചോദിച്ചു. എന്തിനാണ് പന്തലിലിരുന്ന് ചിരിച്ചത്? കീർത്തി പരിഭ്രമത്തോടെ പറഞ്ഞു. വെറുതെയോ? ഞാനോർത്ത് എൻ്റെ മുഖത്ത് എന്തെങ്കിലും തകരാറ് കാണുമെന്ന്. കീർത്തിയുടെ മുഖത്തെ പരിഭ്രമവും വിളർച്ചയും കണ്ട് വിനയന് ചിരി വന്നു. കീർത്തി മുഖം താഴ്ത്തി. ശ്രദ്ധിക്കുമെന്ന് കരുതിയില്ല. കീർത്തിയുടെ അമ്മായി പാലും പഴവും കൊണ്ടുവന്നു. വിനയൻ ചോദിച്ചു. ഈ പഴഞ്ചൻ ആചാരങ്ങളൊക്കെ വേണോ? വേണം. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ. ഇവിടെ കഴിയുമ്പോൾ രണ്ടാളും കൂടി പുതിയതൊക്കെ ആചരിച്ചോളി. അമ്മായി ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി. അയാളും അവളും തനിച്ചാപ്പ് ആയപ്പോൾ അയാൾ ചോദിച്ചു. എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഫ്രണ്ട്. എവിടെ പോയെന്നറിയാമോ? ആദ്യം മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിടികിട്ടി. ആര്? രശ്മിയോ? ഞാനൊന്ന് പുറത്തിറങ്ങി നിൽക്കട്ടെ. ഇതിനുള്ളിലെ ഉഷ്ണം സഹിക്കാൻ വയ്യ. അയാൾ പുറത്തേക്ക് നടന്നു. രശ്മി പറഞ്ഞത് ഓർമ്മ വന്നു. വർത്തമാനം കേൾക്കാൻ നല്ല രസമാണ്. വലിയ തമാശക്കാരനാണ്. രാധിക ടീച്ചറും മുറിയിലേക്ക് കയറി വന്നു. രാധിക ചോദിച്ചു. എന്താ തനിച്ചിരുന്ന് ചിരിക്കുന്നത്? വെറുതെ. എന്തോ ഓർത്തു. അല്പം മുമ്പ് വരെ പേടി കൊണ്ട് വിയർക്കുകയായിരുന്നു. താലി കെട്ടി കഴിഞ്ഞപ്പോഴേക്കും ചിരിയായി. അപ്പോളേ, ഞങ്ങൾ പോകുന്നു. ടീച്ചറും രാധികയും പോകാൻ പുറപ്പെട്ടു. ടീച്ചർ പോകാൻ വരട്ടെ. ഒന്ന് പരിചയപ്പെട്ടിട്ട് പോയാൽ മതി. ഇപ്പോൾ വരും. രശ്മിയുടെ കൈ പിടിച്ച് വിനയൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കീർത്തി രശ്മിയെ കൈകാട്ടി വിളിച്ചു. രശ്മി പറഞ്ഞു. എന്നെ വിളിക്കുന്നു. വിനയൻ ചോദിച്ചു. ആര്? രശ്മി പറഞ്ഞു. ചേച്ചി. നമ്മൾ രണ്ടുപേരെയും ആകും. വിനയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രശ്മിയും അയാളും അകത്തെത്തി. ചേച്ചി എന്തിനാ വിളിച്ചത്? രശ്മി ചോദിച്ചു. ഇവർക്കൊന്ന് കാണാൻ. കീർത്തി പറഞ്ഞു. മുഖം കൊണ്ട് വിനയന് നേർക്ക് ആംഗ്യം കാട്ടുകയും ചെയ്തു. എന്നെ കാണാനോ? വിനയൻ ചോദിച്ചു. എൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു മാലതി ടീച്ചർ, രാധിക. ടീച്ചർ പറഞ്ഞു. എന്തായാലും കീർത്തിയെ കൊണ്ട് ഉദ്യോഗം രാജിവെപ്പിക്കേണ്ടിയിരുന്നില്ല. അയ്യോ, ഞാനറിഞ്ഞ കാര്യമല്ലിത്. രാജിവെച്ചത് ഞാൻ പറഞ്ഞിട്ടുമല്ല കേട്ടോ. വിനയൻ കീർത്തിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ തല താഴ്ത്തിക്കളഞ്ഞു. വിനയൻ വർഷങ്ങളുള്ള പരിചയമുള്ള ഒരാളിനെ പോലെയാണ് സംസാരിച്ചത്. ആ സംസാരം കീർത്തിക്ക് ഇഷ്ടമായി. ടീച്ചർ പറഞ്ഞു. ഞങ്ങൾ പോകട്ടെ. അവർ പോയി. ടീച്ചറും രാധികയും. അവർ പോയി കഴിഞ്ഞപ്പോൾ വിനയൻ ചോദിച്ചു. എൻ്റെ ഫ്രണ്ടിനെ കണ്ടോ? ഞങ്ങൾ തമ്മിൽ പണ്ടേ അടുപ്പമാണ് ഇല്ലേ? രശ്മി അയാളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ ആരുടെയും ഫ്രണ്ടല്ല. ആരുടെയും? ശരി, നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. അയാൾ കൈവിട്ടു. മുഖത്ത് ഗൗരവം വരുത്തി. രശ്മിക്ക് ചിരി പൊട്ടി. നിയന്ത്രിക്കാനാവാതെ അവൾ ചിരിച്ചു. പിന്നെ അയാളുടെ നേർക്ക് സ്വന്തം കൈകൾ നീട്ടി.
കീർത്തി ചിരി നിയന്ത്രിക്കാൻ വായ് പൊത്തിക്കളഞ്ഞു. ഓർക്കും തോറും കീർത്തിക്ക് ചിരി വന്നു. ആദ്യ രാത്രിയിൽ വിനയേട്ടൻ ചോദിച്ചു, സത്യം പറയണം, എന്നെ ഇഷ്ടപ്പെട്ടത് തന്നെയാണോ താൻ കല്യാണത്തിന് സമ്മതം മൂളിയത്? ഒരു നിമിഷം അവൾ കുഴങ്ങി. പിന്നെ പറഞ്ഞു, അതെ. നുണ. കീർത്തി വിളറിപ്പോയി. എന്താണ് ഇങ്ങനെയൊരു ചോദ്യം? ഞാനന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം ഓർക്കുന്നുണ്ടോ? തൻ്റെ മുഖം ഉപ്പുമാങ്ങ ഭരണി പോലെ വീർത്താണിരുന്നത്. ഞാൻ എന്തൊക്കെ ചോദിച്ചു? മറുപടി പറയണമല്ലോ. നാക്കുണ്ടോ എന്ന് തന്നെ സംശയിച്ചു പോയി. പിന്നെ വളരെ വിഷമിച്ച് മുത്ത് പൊഴിയും പോലെ ഒരു വാക്ക്, ഒരു മോള്. ഒന്ന് ചിരിച്ചുകൂടിയില്ല. കുറേ കാപ്പി കൊണ്ടുവന്ന് വച്ചിട്ട് ഒറ്റ പോക്ക്. കീർത്തിക്ക് ചിരി സഹിക്കാൻ വയ്യാതായി. അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു. ചിരിക്കണ്ട. അന്ന് എനിക്ക് ഉഗ്രം ദേഷ്യമാണ് തോന്നിയത്. അന്ന് എന്തായിരുന്നു തനിക്ക്? എനിക്ക് പേടിയായിരുന്നു. അവൾ മടിച്ചു പഠിച്ചു പറഞ്ഞു. ആരെ, എന്നെയോ? ഞാനെന്താ കടുവായോ പുലിയോ ആണെന്ന് വിചാരിച്ചോ? അതല്ല. ഏതല്ല? ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. സംഗതി കഴിയുകയും ചെയ്തു. പിന്നെ തൻ്റെ കൊച്ചനീതിയുണ്ടല്ലോ, ആ ചീനിമുളക് രശ്മി, അവളെ എനിക്കിഷ്ടമാണ് തന്നെക്കാളേറെ. കീർത്തി മിണ്ടിയില്ല. മൗനമായിരുന്നു. ചിരിക്കുക മാത്രം. എന്താ, എതിർപ്പുണ്ടോ? ഇല്ല, ഒരു എതിർപ്പുമില്ല. അവൾക്കും അതുപോലെ ഇഷ്ടമാണ്. വിനയൻ തലയണ എടുത്ത് മടിയിൽ വെച്ചു. അതിൻ്റെ പുറത്ത് താളം അടിച്ചുകൊണ്ട് പറഞ്ഞു, ആൾ ഭയങ്കരയാണ്. ഞാൻ രഹസ്യമായി അവളോടൊരു കാര്യം ചോദിച്ചു. അവൾ തന്നില്ല. എനിക്കറിയാം, എൻ്റെ ഫോട്ടോയല്ലേ. ആൾ കൊള്ളാമല്ലോ. ചേച്ചിയോട് വന്ന് പറയുകയും ചെയ്തോ? അവൾ പറയുകയാണ്, അങ്ങനെ ഇപ്പോൾ വല്ലവർക്കും ചേച്ചിയുടെ പടം കൊടുക്കാൻ പറ്റില്ല എന്ന്. വിനയൻ പൊട്ടിച്ചിരിച്ചു പോയി. ഇപ്പോൾ അവളെ എന്നെ കണ്ടാൽ ചിലപ്പോൾ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും ഇല്ലേ? ചേച്ചിയുടെ മുറിയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ്. അതൊന്നുമില്ല. ഇപ്പോൾ അവൾക്ക് സംഗതിയുടെ ഗൗരവം നന്നായി അറിയാം. ഓ, മിടുക്കി. കീർത്തി ഓർത്തോർത്ത് ചിരിച്ചു. മാസങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി സഹിക്കാൻ കഴിയുന്നില്ല. വിവാഹം കഴിഞ്ഞ പിറ്റേന്ന് അമ്മയും താനും അടുക്കളയിലായിരുന്നു. അപ്പോഴുണ്ട് ആൾ അന്വേഷിച്ചു വരുന്നു. എന്താ വിനയ, വാണം പോലെ? അമ്മ ചോദിച്ചു. അമ്മ ഈ കക്ഷി കൊണ്ട് അധികം ജോലികൾ ചെയ്യിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. അയ്യേ, അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെ പറയരുതെന്നവൾ ആംഗ്യം കാട്ടി അറിയിക്കാൻ ശ്രമിച്ചു. മരുമകൾ അമ്മായിയമ്മ എന്ന ആ സങ്കല്പമുണ്ടല്ലോ, പുരാതന കാലം മുതൽക്കേ വളരെ കുഴപ്പം പിടിച്ച ഒന്നാണ്. പൂർവ്വജന്മം മുതൽക്കേ അവർ ശത്രുക്കളായിരിക്കും. കഴിഞ്ഞ ജന്മത്തെ പക തീർക്കാൻ ഈ ജന്മത്തിൽ. നീ പോടാ വിനയ. അമ്മയ്ക്ക് ദേഷ്യം വന്നു. മകൻ പറഞ്ഞത് മുഴുവനാക്കാൻ അവർ സമ്മതിച്ചില്ല. കീർത്തി എൻ്റെ മരുമകളല്ല, മകളാണ്. നിനക്കറിയാമോ? അതൊക്കെ ഒരു വക അടവാണ്. ഒരു കാര്യം, കീർത്തി ഉദ്യോഗത്തിന് പോയിരുന്ന പെണ്ണാണ്. അടുക്കള ജോലികളൊന്നും വശമില്ല. അതുകൊണ്ട് ഒരുമാതിരി മയത്തിനൊക്കെ വേണം. ഒന്ന് വെറുതെ ഇരിക്കും വിനയേട്ടാ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കീർത്തി പതുക്കെ പറഞ്ഞു. അവൻ പറയട്ടെ മോളെ, ഇതാണ് സ്വഭാവം. വലിയ ഉദ്യോഗസ്ഥനാ, ബാങ്ക് മാനേജർ. ഗൗരവക്കാരനും ആണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ പടി ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ തനി കുട്ടി. പെണ്ണ് കെട്ടി. ഇനിയെങ്കിലും നിൻ്റെ കുട്ടികളെ ഒന്ന് നിർത്തിക്കൂടെ വിനയ? ഒരു തമാശ പറച്ചില്ലേ? ആൾ കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞതൊന്നും തമാശയല്ല, വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നിൻ്റെ ഗൗരവം ബാങ്ക് മാനേജറുടെ കസേരയിലിരിക്കുമ്പോൾ എങ്ങനെയാണാവോ? ഒന്ന് ചെന്ന് കാണണമെന്നുണ്ട്. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് നേരത്തെ ഫിക്സ് ചെയ്തിട്ട് വരണം. അവിടെ വന്ന് വിനയചന്ദ്രൻ എൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ അമ്മയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വരുന്നില്ല നിൻ്റെ പദവി കാണാൻ. പോരെ? മകൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മകനെ പറ്റിയായിരുന്നു സംസാരം. എപ്പോഴും തമാശയാണ് അവന്. എന്തും തമാശ. കളിക്കുട്ടിയുടെ മട്ട്, ചിരി, ബഹളം. വിനയൻ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ വീടുറങ്ങിപ്പോകും. കീർത്തിക്കും തോന്നാറുണ്ട്, ജീവിതയാത്ര ഇത്ര ലാഘവമായി കാണാൻ കഴിയുന്നത് ഒരു കഴിവ് തന്നെയാണ്. ഒരിക്കലും മുഖം കറുത്ത് കണ്ടിട്ടില്ല. രശ്മി വന്നു കഴിഞ്ഞാലാണ് രസം. അവളുടെ ഒപ്പം കളിക്കാൻ നിൽക്കും. പെണ്ണിന് ഒരു പേടിയുമില്ല. അവളുടെ കൂട്ടുകാരനാണെന്നാണ് വിചാരം. രണ്ടാളും കൂടി പുറത്തു പോകും. കാണുന്നതൊക്കെ അവൾ വേണമെന്ന് പറയും. ഒക്കെ വാങ്ങി കൊടുക്കുകയും ചെയ്യും. വിനയേട്ടാ, അവളെ അധികം വഷളാക്കണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. രശ്മിയുടെ കാര്യത്തിൽ താൻ ഇടപെടേണ്ട എന്നാണ് മറുപടി. എന്നും വൈകിട്ട് നടക്കാൻ പോകണമെന്ന് നിർബന്ധം. തന്നെയും കൂട്ടിന് വിളിക്കും. ചിലപ്പോൾ കീർത്തി പറയും, ഇന്ന് ഞാനില്ല, അമ്മ തനിച്ചല്ലേ എന്നും ഒരു സർക്കിട്ട്. മോൾ പോയിക്കോളൂ. ഇതിൻ്റെ ഉള്ളിൽ പകല് മുഴുവൻ ഇരുന്ന് മുഷിയുന്നതല്ലേ. നിങ്ങൾ വരുന്നതുവരെ അമ്മ നാമം ജപിച്ചോളാം. പോയിക്കോളൂ. അമ്മ വീണ്ടും വീണ്ടും പറയുമ്പോൾ പിന്നെ അവൾ പുറപ്പെടും. വഴിയിൽ വെച്ച് ചോദിക്കും, എൻ്റെ അമ്മയെ കറക്കിയെടുത്ത് കളഞ്ഞല്ലോ. ഞാൻ ആരെയും കറക്കിയെടുത്തില്ല. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്കും. എന്നെക്കാളേറെ ഇഷ്ടമാണ്? പറയാനിപ്പോൾ മനസ്സില്ല. എങ്കിൽ പറഞ്ഞിട്ടേ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. വഴിയുടെ നടുവിലാണെങ്കിൽ ശരി, പിന്നെ ഒരു നിൽപ്പാണ്. എന്താ ഇത് വിനയേട്ടാ? ആളുകൾ കാണില്ലേ? കാണട്ടെ. അവസാനം ഗതികെട്ട് അവൾ പറയും, അമ്മയേക്കാളേറെ ഇഷ്ടം മകനോട് തന്നെ. പോരെ? മോളെന്താ തനിച്ചിരുന്ന് ആലോചിക്കുന്നത്? അമ്മ പൂജാമുറിയിൽ വയ്ക്കാനുള്ള പൂക്കൾ ശേഖരിച്ചു വരികയായിരുന്നു. വെറുതെ വിനയൻ്റെ ഓരോ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. അവൻ്റെ കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയണ്ട. ഇപ്പോഴും 1.5 വയസ്സുള്ള കുട്ടിയാണെന്നാണോ ഭാവം.
അമ്മ പൂക്കൾ നിറച്ച പൂത്തട്ടം അവളുടെ അരികിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ തറയിൽ കാൽ നീട്ടിയിരുന്നു. അച്ഛനും ഇത് തന്നെയായിരുന്നു സ്വഭാവം. എല്ലാം ഒരു വിനോദം. സബ് രജിസ്റ്ററായിരുന്നു. വലിയ പവറുള്ള ഉദ്യോഗം. ഓരോരുത്തർ വായ്ക്ക് കയ്യും പൊത്തിയ കാണാൻ വരുന്നത്. അവരുടെ മുന്നിൽ നിന്ന് ഒന്ന് ചിരിക്കുക പോലുമില്ല. അത്രയ്ക്ക് ഗൗരവം. ആൾക്കാർ പറയുന്നത് കേൾക്കണം. നിഴൽ കണ്ടാൽ മതി ആൾക്കാർ വിറച്ചുകൊണ്ട് പോകുമത്രേ. പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗൗരവവുമില്ല, ദേഷ്യവുമില്ല. ഞാൻ ചോദിക്കും, പുറത്തിറങ്ങുമ്പോൾ എവിടുന്നാ ഈ ഗൗരവം വരുന്നതെന്ന്. അപ്പോഴത്തെ മറുപടി എന്താണെന്നോ, എൻ്റെ ജോലിയുടെ സ്വഭാവമാണ് ഈ ഗൗരവമെന്ന്. അമ്മയുടെ സംസാരം കേൾക്കാൻ കീർത്തിക്ക് നല്ല രസം തോന്നി. അവൾ അവരുടെ നരച്ച തലമുടിയിലേക്കും ഐശ്വര്യം നിറഞ്ഞ മുഖത്തേക്കും നോക്കി കൗതുകത്തോടെ ഇരുന്നു. മരിക്കുന്ന സമയം വരെ എൻ്റെ കണ്ണ് നനയാൻ ഇടവരുത്തിയിട്ടില്ല. ശബ്ദമുയർത്തിയൊന്നും വിളിച്ചിട്ടില്ല. മേൽമുണ്ടിൻ്റെ തുമ്പെടുത്ത് അമ്മ കണ്ണു നീരൊപ്പി തുടർന്നു. വിനയൻ്റെ തമാശയും ചിരിയും ഒക്കെ കാണുമ്പോൾ അവൻ്റെ അച്ഛനും ഓർത്തു പോകും. കീർത്തി മാല കെട്ടാൻ തുടങ്ങി. അമ്മ അത് നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞ് കെട്ടിവെച്ച മാലയെടുത്ത് പൂജാമുറിയിലേക്ക് പോയി. കീർത്തി ഓർത്തു, ഇനി 1 മണിക്കൂർ കഴിയാതെ അമ്മ പൂജാമുറിയിൽ നിന്ന് പുറത്തു വരില്ല. വിനയേട്ടൻ ചിലപ്പോൾ കളിയാക്കും. അമ്മ ആരെയാ ഇങ്ങനെ പൂജിക്കുന്നത്? ഏത് ദൈവത്തിനെയാണ്? കൃഷ്ണനെയോ രാമനെയോ? അമ്മയ്ക്ക് ദേഷ്യം വരും. വെറുതെ ഇരിക്കും വിനയ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ 1.5 മണിക്കൂർ നേരം അങ്ങേരെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തി ശിക്ഷിക്കുന്നത് ശരിയാണോ? മോളെ, ഇവനെ വിളിച്ചോണ്ട് പോകൂ. തലത്തിരിഞ്ഞ വർത്തമാനമേ നാക്കിൽ വരൂ. വെള്ളിയാഴ്ചയാണ്. പടം മാറുന്ന ദിവസം. വിനയേട്ടൻ വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു. എന്താണിത്ര വൈകുന്നത്? കീർത്തി കുറേ നേരം വഴിയിലേക്ക് കണ്ണു നട്ടു നിന്നു. പിന്നെ മുറിക്കുള്ളിലേക്ക് പോന്നു. മാതൃഭൂമി വാരിക എടുത്തു നിവർത്തിയതേ ഉള്ളൂ. ബൈക്കിൻ്റെ ശബ്ദം. ഉത്സാഹത്തോടെ പുറത്തെത്തുമ്പോൾ രശ്മിയുടെ വിളി കേട്ടു. ചേച്ചി. ആര്? രശ്മിയോ? ഇവളെങ്ങനെ വിനയേട്ടൻ്റെ ഒപ്പം കൂടി? രശ്മി ഓടിയെത്തി കീർത്തിയുടെ കയ്യിൽ തൂങ്ങി. ബൈക്ക് പൂട്ടിവെച്ച് വിനയം വന്നു. ഇവളെ എങ്ങനെ കിട്ടി? അക്കഥയൊന്നും പറയണ്ട. ഞാനിന്ന് നിങ്ങളുടെ നാട്ടിലൊന്ന് പോയി. അപ്പോൾ വീട്ടിലും ഒന്ന് കയറി. അപ്പോൾ ആൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിട്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേച്ചിയെ കാണാൻ വരുന്നോ എന്ന് അബദ്ധത്തിലൊന്ന് ചോദിച്ചു പോയി. ഉടൻ ഒറ്റ ചാട്ടം. അച്ഛൻ ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു നോക്കി. ട്യൂഷനുണ്ട്, ഹാജർ പോകില്ലേ എന്നൊക്കെ. എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കില്ല. ഒറ്റ വാശി. അവസാനം എൻ്റെ ശുപാർശ പ്രകാരം അയച്ചിരിക്കുകയാണ്. ഞായറാഴ്ച തിരിച്ചെത്തിച്ചു കൊള്ളാമെന്നാണ് കണ്ടീഷൻ. ഈ വിനയേട്ടൻ പറയുന്നതൊക്കെ നുണയാണ് ചേച്ചി. ഒന്നും വിശ്വസിക്കരുത്. രശ്മി. ഇല്ലില്ല, രണ്ടാളെയും എനിക്ക് അറിഞ്ഞുകൂടെ? കീർത്തി അനിയത്തിയെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. പെണ്ണു വലുതായിപ്പോയി. ഇനി കുട്ടികളിയൊക്കെ മാറ്റണം ഇല്ലേ വിനയേട്ടാ? പിന്നെ എനിക്ക് കണ്ടിട്ട് ആളറിഞ്ഞില്ല. കണ്ണുകൾ വലുതാക്കി വിനയൻ അത്ഭുതം പ്രകടിപ്പിച്ചു. താൻ അനിയത്തിയെ കൊണ്ടുപോയി വല്ലതും കൊടുക്ക്. വിശക്കുന്നുണ്ടാവും. വഴിയിലൊന്നും കഴിച്ചിട്ടില്ല, വിനയൻ പറഞ്ഞു. എനിക്കിപ്പോൾ വിശക്കുന്നില്ല. എല്ലാവരും കഴിക്കുമ്പോൾ മതി. ചേച്ചി, അമ്മയെവിടെ? രശ്മി അന്വേഷിച്ചു. വിനയൻ്റെ അമ്മയുമായി രശ്മി വലിയ ലോക്യത്തിലാണ്. 2 ആഴ്ച തികച്ച് അവളെ കാണാതിരുന്നാലുടൻ അമ്മ ചോദിക്കും, രശ്മിയെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. ആ കുട്ടി എന്താ വരാഞ്ഞത്? പിണങ്ങിയാണോ? പിണക്കം രശ്മിക്കോ? കീർത്തിക്ക് ചിരി വരും. കയറിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണെന്ന് ആരറിയുന്നു? 8ാം ക്ലാസ്സിലെത്തിയ കുട്ടിയാണ്. ആ ഗൗരവമൊന്നും അവൾക്കില്ല. ഒരു വക പഠിക്കില്ല. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ പഠിക്കാതെ കഴിക്കാമല്ലോ എന്നാണ് വിചാരം. അച്ഛൻ എപ്പോഴും പറയും, ഇവൾക്കെപ്പോഴും അങ്ങോട്ട് വരണമെന്ന വിചാരമാണ്. പുസ്തകം തൊടില്ല. ഏതു നേരവും എരഞ്ഞിപ്പൂമാല കോർക്കലും പശുക്കുട്ടിയെ കുളിപ്പിക്കലും കൃഷ്ണൻകുട്ടിയോട് വഴക്കുണ്ടാക്കലും ഒപ്പം തന്നെ ജോലി. ആരാത്? രശ്മിക്കുട്ടിയോ? കുട്ടി വന്നത് മുറിയിലിരുന്നപ്പോഴേ ഞാൻ അറിഞ്ഞു. അമ്മ പൂജാമുറിയിൽ നിന്ന് പുറത്തെത്തി. കണ്ടോ രശ്മി, അത്രയ്ക്കാണ് നിൻ്റെ ഒച്ച. അമ്മയുടെ നാമജപം കൂടി നീ മുടക്കി. കീർത്തി ദേഷ്യപ്പെട്ടു. വരൂ കുട്ടി, എന്തൊക്കെയാ വിശേഷങ്ങൾ? അമ്മ രശ്മിയെ അരികിൽ ചേർത്ത് പിടിച്ച് അന്വേഷണങ്ങൾ തുടങ്ങി. എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വരാത്തത്? അച്ഛൻ വിടണ്ടേ? ഇപ്പോൾ തന്നെ എത്ര വഴക്കുണ്ടാക്കിയിട്ടാണെന്നോ ഒന്ന് വിട്ടത്. അമ്മേ, വിനയേട്ടൻ രംഗത്തെത്തി. ഈ പാർട്ടി പറയുന്നതൊന്നും വിശ്വസിച്ച് പോകരുത്. കല്ല് വെച്ച നുണയെ പറയൂ. നുണ പറയുന്നത് ഞാനല്ല, വിനയേട്ടനാണ്. രശ്മി മുഖം വീർപ്പിച്ചു. ആ കുട്ടിയെ വെറുതെ പിണക്കണ്ട വിനയ. വരുമോളെ, നമുക്കപ്പുറത്ത് പോകാം. അമ്മ രശ്മിയെയും കൂട്ടി മുറിക്കകത്തേക്ക് പോയി. കീർത്തിയുടെ തോളത്ത് തട്ടി വിനയം പറഞ്ഞു, കൊള്ളാം, നല്ല ജോഡി. അയാൾ ചിരിച്ചു. അവളും. കീർത്തി ചായയും കൊണ്ടുവന്നപ്പോൾ വിനയൻ ഉണർന്നു കിടക്കുകയായിരുന്നു. ഇത്തവണ തൻ്റെ പരാതി തീർക്കാൻ പോകുന്നു. അയാൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. പരാതിയോ? എന്തു പരാതി? കീർത്തി അത്ഭുതപ്പെട്ടു. തനിക്ക് എന്നുമുള്ള പരാതി? നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ താൻ പറയാറില്ലേ നമ്മൾ മധുവിധു ആഘോഷിക്കാൻ എങ്ങും പോയില്ലെന്ന്? ഓ അതോ? എനിക്കിപ്പോൾ പരാതിയുമില്ല, പരിഭവവുമില്ല. എനിക്ക് എങ്ങും പോവുകയും വേണ്ട. എന്തു പറ്റി? നമുക്ക് അത്രയ്ക്ക് വയസ്സായിപ്പോയോ? ചായ കുറേശ്ശെ രുചിച്ച് കുടിച്ചുകൊണ്ട് അയാൾ തുടർന്നു. ഞാൻ തീരുമാനിച്ചു. 1 മാസം എവിടെ വേണമെങ്കിലും പോകാം. താൻ നിശ്ചയിച്ചോളൂ. കോവളം, കന്യാകുമാരി, ഊട്ടി, തേക്കടി. കൈവിരൽ ഓരോന്നായി മടക്കിക്കൊണ്ട് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കീർത്തി തടഞ്ഞു. മതി മതി, ലിസ്റ്റിന് നീളം കൂടുന്നു. അയാൾ ഗൗരവം ഭാവിച്ചു പറഞ്ഞു. ഞാൻ തമാശയല്ല പറഞ്ഞത്. ഇത്ര നാളും സമയം കിട്ടിയില്ല. ഇനി കാര്യമായി മധുവിധു ആഘോഷിക്കാൻ പോവുകയാണ്. പിന്നെ നാണമില്ലേ? മധുവിധു കല്യാണം കഴിഞ്ഞിട്ട് വർഷം 2 ആയി. ഇനിയാണ് മധുവും വിധുവും.
ഞാനെങ്ങും വരുന്നില്ല. താൻ വരില്ലേ? വിനയ ഗ്ലാസ് താഴെ വെച്ചു. എന്നിട്ട് അവളെ തനിക്ക് നേരെ പിടിച്ചിരുത്തി അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ചോദിച്ചു, എൻ്റെ കൂടെ താൻ വരില്ലേ? അയാളുടെ മുഖത്തെ ഭാവം കണ്ട് കീർത്തിക്ക് ചിരിപ്പൊട്ടി. അവൾ ലജ്ജയോടെ ചിരിച്ചു. പിന്നെ ചോദിച്ചു, സത്യം പറയുകയാണോ? സത്യമായിട്ടും പറയുന്നു. കീർത്തിയുടെ മഷി എഴുതിയ വലിയ കണ്ണുകളിലേക്ക് നോക്കി വിനയം പറഞ്ഞു. പണം ബാങ്ക് തരും. 1 മാസത്തെ അവധിയും. സ്ഥലം നമ്മൾ നിശ്ചയിക്കുക. കീർത്തിയുടെ മുഖം ഒരു പൂ പോലെ വിടർന്നു. തൻ്റെ പിണക്കം തീർന്നോ? എനിക്ക് പിണക്കമൊന്നുമില്ല, അവൾ പറഞ്ഞു. അപ്പോഴേ ഇന്ന് എഴുന്നേൽക്കുന്നില്ലേ? നേരം ഒരുപാടായി. അമ്മ വഴക്കു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. താനും അമ്മയും രണ്ടാളും മനുഷ്യനെ സ്വസ്ഥമായി ഉറങ്ങാൻ സമ്മതിക്കില്ല. വെളുപ്പിനെ കുളിയും ജപവും കഴിഞ്ഞ് ശല്യപ്പെടുത്താൻ എത്തിക്കോളും. അങ്ങനെയാണ് മനുഷ്യർ. ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാകുന്നു. അയാൾ അവളുടെ ചെവിക്ക് പിടിക്കാൻ ആഞ്ഞു. അമ്മയും മകനും കാപ്പി കുടിക്കാനിരുന്നു. കീർത്തി പ്ലേറ്റുകളിൽ ചൂടുള്ള ഇഡ്ഡലികൾ വിളമ്പി. വിനയം പറഞ്ഞു, അമ്മയുടെ മകളുടെ പരാതി തീർക്കാൻ പോകുന്നു. ഞങ്ങൾ മധുവിധുവിന് പുറപ്പെടുകയാണ് ഈ മാസം. കീർത്തിക്ക് സങ്കോചം തോന്നി. അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാൻ നാണമാവില്ലേ? അമ്മ എന്തു വിചാരിക്കും? നീയല്ലേ ആള്, നിനക്ക് അവധി കിട്ടുമോ? ഞാൻ എത്ര തവണ പറഞ്ഞതാണ് 2 പേരും കൂടി ആ ഗുരുവായൂരെങ്കിലും ഒന്ന് പോയി തൊഴാൻ. നീ കേട്ടോ? കീർത്തിയെ നോക്കിയിട്ട് അമ്മ തുടർന്നു. പാവം, വന്ന അന്നു മുതൽ അടുക്കള പണിയും ചെയ്ത് ഇവിടെ അടച്ചിരിക്കുക തന്നെ. എവിടെയെങ്കിലും നീ അവളെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? വിനയൻ കീർത്തിയുടെ നേർക്ക് തിരിഞ്ഞു. ഇതാണ് ഭാഗ്യം. ഇങ്ങനൊരു അമ്മായിയമ്മയെ എവിടെ കിട്ടും? മരുമകൾക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന ഒരാൾ. ഇത് വക്കാലത്തല്ല, അവളുടെ മനസ്സിനുള്ള മോഹങ്ങൾ ഒരു പെണ്ണായി എനിക്കറിയാം. അറിയാവുന്നത് കൊണ്ടല്ലേ 1 മാസം ലീവ് എടുത്ത് പോയി കളയാമെന്ന് ഞാനും തീരുമാനിച്ചത്. വിനയ, അമ്മ സ്വരത്തിൽ ഗൗരവം വരുത്തി. നീ കാര്യമായിട്ട് പറയുകയാണോ? അതെ അമ്മേ. പക്ഷേ ഒരൊറ്റ പ്രശ്നം മാത്രം. അമ്മയെ തനിച്ചാക്കിയിട്ട് എങ്ങനെ പോകും? അതാണിപ്പോൾ വിഷമം. അതോർത്ത് നീ വിഷമിക്കണ്ട. സാവിത്രി എത്ര നാളായി പറയുന്നു അവിടെ ചെന്ന് കുറച്ചു കാലം നിൽക്കാൻ. നീ വിടാഞ്ഞിട്ടല്ലേ? ഞാൻ അവിടെ പോയി താമസിക്കാം. അവൾക്കും സന്തോഷമാവും. സാവിത്രി അമ്മയുടെ ഒരേ ഒരനിയത്തി. ഭർത്താവുമൊത്ത് ബോംബെയിലായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നാട്ടിലേക്ക് പോന്നു. അവിടെ താമസിച്ചാൽ കുട്ടികൾ മലയാളം പഠിക്കില്ല എന്ന് അവർ ഒരിക്കൽ പറഞ്ഞത് കീർത്തി ഓർക്കുന്നു. 1-2 തവണ അവരെ കണ്ടിട്ടുള്ളൂ. എന്നാലും അവൾക്ക് അവരെ ഇഷ്ടമാണ്. ഒരു കാര്യം, ഞങ്ങൾ തിരിച്ചെത്തുന്ന അന്ന് അമ്മയും ഇവിടെ എത്തിയിരിക്കണം. സാവിത്രി കുഞ്ഞമ്മയുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അമ്മയെ വിട്ടുകിട്ടുമെന്ന് തോന്നുന്നില്ല, വിനയം പറഞ്ഞു. പോടാ, നിൻ്റെ ഒരു വർത്തമാനം. അമ്മ മകന് നേരെ കൈയോങ്ങി. വേഗം കാപ്പി കുടിച്ച് ഓഫീസിൽ പോകാൻ നോക്ക്. കഥ പറഞ്ഞിരുന്ന് സമയം കളയണ്ട. അമ്മ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ വിനയം പറഞ്ഞു, സത്യത്തിൽ എൻ്റെ ശ്രീമതിയുടെ മുഖം ഇത്രയും പ്രസന്നമായി കാണുന്നത് എന്നാണ്. അയാൾ കൈനീട്ടി അവളുടെ കവളിൽ തൊട്ടു. അയാൾ ബാങ്കിലേക്ക് പുറപ്പെടുമ്പോൾ അവൾ പറഞ്ഞു, നമുക്ക് രശ്മിയെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. എന്തു പറയുന്നു? ഓഹോ, ആയിക്കോട്ടെ. സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോൾ അച്ഛൻ അവളെ വിട്ടില്ല. പാവം, സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയാവുമ്പോൾ അച്ഛൻ വിടും. ആയിക്കോട്ടെ, 100 വട്ടം സമ്മതം. എങ്കിൽ ഞാൻ ഇന്ന് തന്നെ അച്ഛനെ എഴുതട്ടെ. വിനയ് പോയി കഴിഞ്ഞ് കീർത്തി അച്ഛന് കത്ത് എഴുതാനിരുന്നു. കത്ത് കിട്ടുമ്പോൾ രശ്മിക്കുണ്ടാകുന്ന സന്തോഷം ഇപ്പോഴേ കാണാം. അവൾ തുള്ളിച്ചാടും. വീടാകെ ഓടി നടന്ന് ബഹളം വയ്ക്കും. കൃഷ്ണൻകുട്ടിക്ക് സ്വൈരം കൊടുക്കില്ല. എന്ത് വിശേഷവും ആദ്യം അവനോടാണല്ലോ പറയുക. കൃഷ്ണൻകുട്ടി, ഞങ്ങൾ തേക്കടിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഊട്ടിക്ക് പോകുന്നു. വോ, ഞാനും ചേച്ചിയും വിനയേട്ടനും. അപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ കണ്ണുകളിൽ അത്ഭുതം. ചേച്ചിയുടെ കത്ത് വന്നു. 2 ദിവസത്തിനകം ചേച്ചിയും ചേട്ടനും ഇങ്ങോട്ട് വരും എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. ഇപ്പോൾ സങ്കടം തീർന്നില്ലേ? സ്കൂളിലെ പിള്ളേരുടെ കൂടെ വിട്ടില്ലാന്ന് പറഞ്ഞ് എന്തൊരു കരച്ചിലായിരുന്നു. രശ്മിയുടെ മുഖത്ത് ഒരു കള്ളപ്പുഞ്ചിരി മെല്ലെ പടർന്നു വരുന്നു. തനിക്ക് എവിടെയിരുന്ന് കാണാം. വിനയേട്ടൻ്റെ അമ്മ ചോദിച്ചു, ആർക്കാ മോളെ തിരക്കിട്ടെഴുതുന്നത്? അച്ഛന്. ഞങ്ങൾ പോകുമ്പോൾ രശ്മിയെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആ കാര്യം അച്ഛൻ എഴുതുകയായിരുന്നു. അമ്മ അരമതിലിൽ വന്നിരുന്നു. നന്നായി, ഞാൻ ഇക്കാര്യം പറയാനിരിക്കുകയായിരുന്നു. കൂട്ടുകാരൊക്കെ തേക്കടിക്ക് പോയപ്പോൾ ഒപ്പം പോകാൻ പറ്റാത്തതിൽ അവൾക്ക് കുറച്ചൊന്നുമല്ല സങ്കടം. പാവം കുട്ടി. ശരിയാണ്, കീർത്തി ഓർത്തു. അന്ന് തന്നെ കൊണ്ട് അച്ഛനോട് ശുപാർശ ചെയ്യിക്കാൻ അവളൊരു ശ്രമം നടത്തി നോക്കിയതാണ്. ചേച്ചി പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. കീർത്തിക്കപ്പോൾ സഹതാപം തോന്നി. പാവം പെണ്ണ്. ആര് പറഞ്ഞാലും ഇക്കാര്യം മാത്രം അച്ഛൻ സമ്മതിക്കില്ല എന്ന് തനിക്കുറപ്പായിരുന്നു. പെൺകുട്ടികൾ രക്ഷിതാക്കളുടെ ഒപ്പമല്ലാതെ പുറത്തെങ്ങും പോകാൻ പാടില്ല എന്ന അഭിപ്രായമാണ് അച്ഛന്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ താൻ എത്ര കരഞ്ഞിരിക്കുന്നു. എക്സ്കർഷന് പോകണമെന്നുള്ളവർ പേര് കൊടുക്കണമെന്ന് ക്ലാസ്സിൽ നോട്ടീസ് വായിക്കുന്ന ദിവസം മുതൽ കരയാൻ തുടങ്ങും. ആര് കേൾക്കാൻ, ആര് കാണാൻ? അച്ഛൻ ആദ്യമേ തന്നെ സുഗ്രീവാജ്ഞ പുറപ്പെടുവിക്കും. പോകണ്ട, നീ പെൺകുട്ടിയാണ്, കണ്ടവരുടെ ഒപ്പം വിടാൻ സമ്മതിക്കില്ല എന്ന്. രശ്മിയോടും ഇതേ വാചകങ്ങൾ പറഞ്ഞിരിക്കും. താൻ അവൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ചെന്നാൽ തന്നോടും ചോദിച്ചെന്ന് വരും. നീ എവിടേക്ക് പോയിട്ടുണ്ട്? നിന്നെ എവിടെയൊക്കെ വിട്ടിട്ടുണ്ട്? രശ്മിയെ എങ്ങും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെപ്പോലെ അവളും പെൺകുട്ടി തന്നെ. ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ ഇഷ്ടമുള്ളിടത്തൊക്കെ അവൾ പോയിക്കോട്ടെ.
രശ്മി വീണ്ടും വീണ്ടും പറഞ്ഞു. അച്ഛനൊരു സ്നേഹവുമില്ല. ഇങ്ങനെ സ്നേഹമില്ലാത്ത അച്ഛൻ. രശ്മി പല്ലുകൾ ഞെരിച്ചു. അത് കണ്ടപ്പോൾ ചിരി വന്നു. എന്താ കുട്ടി പറയുന്നത്? സ്നേഹമില്ലാത്ത അച്ഛനോ? ഇത്ര സ്നേഹമുള്ള അച്ഛനെ വേറെ എവിടെ കിട്ടും? നിനക്കറിയില്ല അച്ഛന് നമ്മളോടുള്ള സ്നേഹം. കീർത്തി നിർത്തിക്കളഞ്ഞു. പറഞ്ഞാലും രശ്മിക്ക് അത് മനസ്സിലാവില്ല. തനിക്കറിയാം, അമ്മ മരിച്ചതിന് ശേഷവും അച്ഛൻ ജീവിക്കുന്നത് തനിക്കും രശ്മിക്കും വേണ്ടി മാത്രമാണ്. ആരൊക്കെ നിർബന്ധിച്ചു, പ്രേരിപ്പിച്ചു? എന്നിട്ടും രണ്ടാമതൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. ചോദിച്ചവരോടൊക്കെ പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവർ മാത്രമേ എനിക്കുള്ളൂ, വേറെ ആരും വേണ്ട. ആശുപത്രിയിൽ നിന്ന് അമ്മയുടെ ചേതനയേറ്റ ശരീരം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും ചിതയിലെടുത്ത് വച്ചപ്പോഴും വീട് മുഴുവൻ അലമുറയിട്ട് കരഞ്ഞപ്പോഴും ഒക്കെ മരവിച്ച മനസ്സോടെ കണ്ണുനീർ വറ്റി കരയാൻ പോലും കഴിയാതെ ഉമ്മറത്ത് തൂണിൽ ചാരി നിന്ന അച്ഛൻ്റെ രൂപം തൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. അച്ഛൻ ജീവിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണ്. രശ്മിക്ക് ഒന്നും അറിയില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് രശ്മിയെ സമാധാനിപ്പിച്ചത്. നീ പോയാൽ പിന്നെ അച്ഛന് ഉറക്കം പോലും വരില്ല മോളെ. നമ്മുടെ അച്ഛൻ പാവമാണ്. കീർത്തി അച്ഛന് കത്തെഴുതി തീർത്തു. ഇന്നത്തെ തപാലിൽ പോയാൽ നാളെ കിട്ടും. വിനയൻ്റെ അമ്മ ഉമ്മറത്തു നിന്ന് വിളിച്ചു. മോളെ, എഴുത്തെഴുതി കഴിഞ്ഞോ? ഉവ്. എങ്കിൽ ദാ ബാബു വന്നിരിക്കുന്നു, അവൻ പോസ്റ്റ് ചെയ്തോളൂ. അവൾ ഉമ്മറത്തെത്തി. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്. SSLC തോറ്റ് വെറുതെ നടപ്പാണിപ്പോൾ. ഇടയ്ക്കിടെ വരും. ഞാൻ ഓർത്തതേയുള്ളൂ ആരുണ്ട് പോസ്റ്റ് ഓഫീസിൽ പോകാനെന്ന്. അതല്ല ചേച്ചി, ഞാൻ കൃത്യസമയത്ത് വന്നത്. ബാബു ചിരിച്ചു. മെലിഞ്ഞു നീണ്ട ബാബുവിന് കൃഷ്ണൻകുട്ടിയുടെ ഛായയുണ്ടെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കൃഷ്ണൻകുട്ടി ഇപ്പോൾ എന്ത് ചെയ്യുകയാവും? പശുവിനെ തീറ്റുകയോ അടുക്കള പണികൾ ചെയ്യുകയോ? ബാബുവിൻ്റെ കയ്യിൽ എഴുത്തു കൊടുത്തയച്ചു കഴിഞ്ഞപ്പോൾ കീർത്തിക്ക് മറ്റൊന്നായി ചിന്ത. രശ്മിയെ തങ്ങളുടെ ഒപ്പം വിടുന്നതിൽ അച്ഛന് വിസമ്മതമുണ്ടാവുമോ? ഭാര്യയും ഭർത്താവും കൂടി പോകുന്നിടത്ത് അവളെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? അത് വേണ്ട മോളെ എന്നാണ് പറയുന്നതെങ്കിൽ എന്തു പറഞ്ഞാലും താൻ സമ്മതിക്കില്ല. രശ്മിയെ വിട്ടില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ സമ്മതിക്കാതിരിക്കില്ല. അവൾ സമാധാനിക്കാൻ ശ്രമിച്ചു. കഥ തുടരും.